ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ജ്യൂസ് മുന്തിരി എടുത്തിട്ട് അത് നന്നായി കഴുകി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക ഇതെല്ലാം കൂടി പൊടിച്ച് അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്ത് നന്നായിട്ട് മുന്തിരിയും ചേർത്ത് തിളപ്പിച്ച് അരിച്ചെടുത്ത ജ്യൂസാണിത്. അതിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സഡ് ഫ്രൂട്ട് ജാം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും, കറുത്ത ഉണക്കമുന്തിരി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, വെളുത്ത മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി എല്ലാ കളറും ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നതിന് വേണ്ടി ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ജ്യൂസ് എല്ലാം അതിലേക്ക് നല്ല പിടിച്ച് വരുന്നത് വരെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മുന്തിരി ജ്യൂസ് എല്ലാം ഇതിൽ ഒന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3-4 തുള്ളി പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് ഉണ്ടാക്കത്തുള്ളൂ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പഞ്ചസാരയൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്നും ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് പതച്ച് വരുന്ന സമയത്ത് നമുക്ക് തിളച്ച വെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ചേർന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം. കരിഞ്ഞു പോകാതെയും പുക വരാതെയും നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഇനി അതും തണുക്കാനായിട്ടൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് ഉണ്ടാക്കാവൂ. ഇനി 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കാം. മൂന്ന് പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ ഇതൊന്ന് അരിച്ചെടുക്കണം. ബേക്കിംഗ് സോഡയും ഉപ്പും ബേക്കിംഗ് പൗഡറും എല്ലാം ആ മൈദാമാവിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം.
ഇനി അതിലേക്ക് 2 മുട്ട, 2 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. കൂടുതൽ നേരമൊന്നും അടിച്ച് അതിൽ എയറൊന്നും കയറാതെ പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ കേക്കിന് മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ മൈദ മാവ് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 1 സ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് അല്ലെങ്കിൽ അങ്ങ് താന്നു പോവും. അങ്ങനെ താന്നു പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഈ മുട്ടയും പഞ്ചസാരയും കൂടെ ചേർത്ത് ആ മിശ്രണത്തിലേക്ക് നമുക്ക് ഈ മൈദാമാവ് ഇട്ട് കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കാം. കുറേശ്ശെ ഇട്ട് ഇതുപോലെ പതുക്കെ ഇളക്കിയെടുക്കാം. ഞാനിപ്പോൾ സ്പീഡിന് കാണിക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ് സ്പീഡിലാണ് ഇളക്കുന്നതെന്ന്. വളരെ പതുക്കെയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഫ്രൂട്ട്സ് മിക്സറും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്ത് ടൈപ്പ് ഫ്രൂട്ട്സും നട്ട്സും വേണമെങ്കിലും ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ കാരമലൈസ് ചെയ്തിരുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അലങ്കരിച്ച് വെച്ച് കൊടുക്കാം. ഞാൻ അതുപോലെ തന്നെ ഒരു കേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും 1 മണിക്കൂറും 5 മിനിറ്റും എടുത്തിട്ടുണ്ട്. അതായത് 65 മിനിറ്റ് മൊത്തത്തിൽ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ 65 മിനിറ്റ്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.